കോഴിക്കോട് മുക്കത്ത് ഭിന്നശേഷിക്കാരനായ 60-കാരന്റെ താമസം ശുചിമുറിയിൽ. മുക്കം നഗരസഭയിലെ തെച്ചിയാട് വെള്ളിപ്പറമ്പ് വീട്ടിൽ സദാനന്ദനാണ് 2 വർഷമായി ശുചിമുറിയിൽ കഴിയുന്നത്. വീടില്ലാത്ത സദാനന്ദന് 900 രൂപ വീട്ടുനികുതി അടയ്ക്കാൻ നോട്ടീസും നൽകിയിട്ടുണ്ട്. കടക്കല് അപ്പൊ അതിന് നീണ്ടു തോർന്ന് കിടക്കാനുള്ള സൗകര്യം മണിക്ക് ഇപ്പൊ കാലൊക്കെ മെസ്സേജ് എടുത്തിട്ട് വേദനാകുക. കാലൊക്കെ പണിക്ക് മഴയെല്ലാം പോകാൻ പറ്റും. പനമായി വീണിട്ട് കുറെ കാലം കടന്നിട്ട് കോളേജിൽ എനിക്ക് ഒരു പോരാ തര കെട്ടിങ്ങനെ വെട്ടാലോണ്ട് തര കെട്ടിങ്ങനെ ഓ തരട്ടിങ്ങനെ വെട്ടാലോണ്ട് തര കെട്ടിങ്ങനെ ആരെങ്കിലും ഒരു വീടുണ്ടാക്കി ഒരു അടച്ചുറപ്പുള്ള സ്ഥലത്ത് കിടക്കണം എന്ന് ആഗ്രഹമുണ്ട്. മുഹമ്മദ് ഷഹീദ് വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ഷഹീദ്, ഗുഡ് മോർണിംഗ്. ഒരു മനുഷ്യൻ അതിദാരിദ്ര്യമുള്ള മനുഷ്യരൊന്നും നമ്മുടെ നാട്ടിലില്ല എന്നാണ് ചില സർവേകളിലൊക്കെ മനസ്സിലായിട്ടുള്ളത്. ഇതിനെ നമ്മൾ അതിദാരിദ്ര്യമെന്നാണോ വിളിക്കേണ്ടത്, ശ്രദ്ധക്കുറവെന്നാണോ വിളിക്കേണ്ടത്? ഈ ഒരു പഞ്ചായത്ത് അംഗം പോലും ആ ഭാഗത്തെങ്ങും ഇല്ലേ ഈ കാര്യങ്ങളൊക്കെ നേരത്തെ കൂട്ടി മനസ്സിലാക്കാൻ? എത്ര കാലമായി ഈ മനുഷ്യൻ ഇങ്ങനെ താമസിക്കുന്നു? എന്താണ് വിശദാംശങ്ങൾ ഷഹീദ്? മോത്തി, ഏറെ ദുഃഖകരമായ സങ്കടകരമായ വാർത്തയാണ്. അതായത് നമ്മൾ ക്ഷേമ പദ്ധതികൾ നിരവധി നടപ്പാക്കുന്നു, അല്ലെങ്കിൽ അതിദാരിദ്ര്യ മുക്തമായി എന്നൊക്കെ പറയുമ്പോഴാണ് മുക്കം നഗരസഭയ്ക്കകത്ത് ഈ വെള്ളിപ്പറമ്പ് എന്ന സ്ഥലത്ത് ആ വയോധികൻ, അതായത് 60 വയസ്സുള്ള ഭിന്നശേഷിക്കാരനായ ആൾ കഴിഞ്ഞ 2-3 വർഷത്തോളമായി, അദ്ദേഹത്തിന് കൃത്യമായൊരു കണക്ക് പറയാൻ കഴിയുന്നില്ല, 3 വർഷമായിട്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. 3 വർഷത്തോളമായി അവിടെ ഈ ടോയ്ലറ്റിൽ, കക്കൂസിൽ പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്ന ആ ചെറിയൊരു മുറിയിലാണ് അദ്ദേഹം താമസിക്കുന്നത്, പ്രാഥമിക കൃത്യങ്ങൾ നിർവഹിക്കുന്നത്, അവിടെ തന്നെ താമസിക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ഒരു 5-8 വർഷങ്ങൾക്ക് മുമ്പ് ചെറിയൊരു ഷെഡ് അവിടെ ഉണ്ടായിരുന്നു. ആ ഷെഡ് തകർന്നു വീണു. അത് പിന്നീട് പുനർനിർമ്മിക്കാനൊന്നും ആരും തയ്യാറായില്ല. ഭിന്നശേഷിക്കാരനാണ്, അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള ആശയവിനിമയത്തിലൊന്നും അദ്ദേഹത്തിന് സാധിക്കാത്ത സാഹചര്യവുമുണ്ട്. അതിനുശേഷം ഷെഡ് തകർന്നതിന് ശേഷം പിന്നീട് പതുക്കെ ഇദ്ദേഹം ഈ ശുചിമുറിയിലേക്ക് താമസം മാറ്റുകയായിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ഇത് കാണാനും ഇവിടെ സംവിധാനങ്ങളൊന്നുമില്ല. വാർഡ് മെമ്പറുണ്ട്, പ്രത്യേകിച്ചും ഈ ആശാ വർക്കർമാരൊക്കെ എല്ലാ വാർഡുകളിലും ഉണ്ട് എന്നാണ് സങ്കല്പം, എന്നാണ് വെപ്പ്. ആശാ വർക്കർമാർ നിത്യേന അല്ലെങ്കിൽ ആഴ്ചയിലോ മാസത്തിലൊരിക്കലെങ്കിലും അത്തരം വീടുകളൊക്കെ സന്ദർശിച്ച് അവരുടെ ജീവിതം എങ്ങനെയാണ്, അവരുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയാണെന്നൊക്കെ അന്വേഷിക്കുകയും റിപ്പോർട്ട് നൽകുകയും ചെയ്യണമെന്നാണ് നമ്മുടെ സംവിധാനത്തിൻ്റെ രീതി. പക്ഷേ അത് അങ്ങനെയൊന്നും ഉണ്ടായില്ലേ എന്നുള്ള ചോദ്യം ഇപ്പോൾ ഉയരുന്നു. വാർഡ് മെമ്പർ ഇതൊന്നും അറിഞ്ഞില്ലേ എന്ന ചോദ്യം വരുന്നു. പക്ഷേ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദിച്ച് ഈ വീട്ടിലും അല്ലെങ്കിൽ അദ്ദേഹം താമസിക്കുന്ന ഈ ശുചിമുറിയിലും ആളുകൾ എത്തിയിരുന്നു, രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർ എത്തിയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നേരത്തെ മുൻകാലങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്തൊക്കെ പരിചയമുണ്ടായിരുന്ന ഒരു അബൂബക്കർ എന്നൊരാൾ, കുറച്ച് ദൂരെയാണ് അദ്ദേഹം താമസിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിൽ തനിക്ക് 900 രൂപ, തനിക്ക് വീടില്ല, ശുചിമുറിയിലാണ് താമസിക്കുന്നത്, പക്ഷേ 900 രൂപ വീട്ടുനികുതി അടയ്ക്കാൻ വേണ്ടി പഞ്ചായത്തിന് നോട്ടീസ് തനിക്ക് ലഭിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് ഈ അബൂബക്കർ എന്ന പഴയ ബാല്യകാല സുഹൃത്തിൻ്റെ അടുത്ത് ചെന്നപ്പോഴാണ് അദ്ദേഹം അപ്പോഴാണ് അന്വേഷിക്കുന്നത്. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ശുചിമുറിയിലാണ് 3 വർഷമായി കഴിയുന്നത്, ഈ സദാനന്ദൻ കഴിയുന്നു എന്ന വിവരം അദ്ദേഹം അറിയുന്നത്. അങ്ങനെയാണ് ഈ വാർത്ത പുറം ലോകത്ത് എത്തുന്നത് തന്നെ. അല്ലെങ്കിൽ ഇനിയും ഏറെ ദീർഘകാലം ഈ സദാനന്ദൻ ആ ശുചിമുറിയിൽ കഴിയേണ്ട സാഹചര്യം ഉണ്ടാവുകയും അത് ആരും അറിയാതെ പോവുകയും ചെയ്യുമായിരുന്നു, പുറം ലോകം അറിയാതെ പോവുകയും ചെയ്യുമായിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഈ സദാനന്ദന് ഒരു 15 സെൻറ്റോളം ഭൂമി അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. ഈ കുടുംബം 2 മക്കളുണ്ട്, ഒരു ആൺകുട്ടിയും പെൺകുട്ടിയുമുണ്ട്, വിവാഹിതരാണ്, അവർ മറ്റ് സ്ഥലങ്ങളിൽ താമസിക്കുന്നുണ്ട്. അവർ ഇടയ്ക്കിടെ മനസ്സിലാക്കുന്നിടത്തോളം ഈ മകൻ ഇടയ്ക്കിടെ വന്ന് ഈ സ്ഥലത്തിൻ്റെ ആധാരം തനിക്ക് ലഭിക്കുമോ എന്ന് ചോദിക്കാറുണ്ട് എന്ന് സദാനന്ദനിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതായത് മറ്റ് ആവശ്യങ്ങൾക്കായിട്ട് സ്ഥലത്തിൻ്റെ ആധാരം ചോദിച്ച് മകൻ എത്താറുണ്ട്. പക്ഷേ എത്തുന്ന മകനോ മറ്റ് ബന്ധുക്കളോ ഒന്നും ഇങ്ങനെ ഒരു ആരോഗ്യകരമായ സാഹചര്യത്തിലേക്ക്, ഒരു അടച്ചുറപ്പുള്ളൊരു വീട്ടിലേക്ക് താമസിപ്പിക്കാനുള്ളൊരു സംവിധാനത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. അങ്ങനെ കുടുംബം കൈയൊഴുകയാണെങ്കിൽ അതിന് നമ്മുടെ സംവിധാനം, സർക്കാർ സംവിധാനവും മറ്റ് സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കാൻ വേണ്ടി, തണലേക്കാൻ വേണ്ടി രംഗത്ത് വരണം. പക്ഷേ അവരും ഇതൊന്നും അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അറിഞ്ഞ ഭാവം കാണിച്ചിട്ടില്ല. നിസ്സാരനായ ഒരു മനുഷ്യൻ, വേണ്ടപ്പെട്ടവരൊക്കെ ഉണ്ട് എങ്കിൽ അവര് നോക്കുന്നില്ല എങ്കിൽ നിയമപ്രകാരം അവർക്കെതിരെ കേസെടുക്കാനും വകുപ്പുണ്ട്. പ്രായമായ മാതാപിതാക്കളെ ഉപേക്ഷിക്കുക, അല്ലെങ്കിൽ അവരെ നോക്കാതിരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്ന മക്കൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനും വകുപ്പുണ്ട്. എന്നിരിക്കെയാണ് ഈ പറഞ്ഞ സാമൂഹ്യ സുരക്ഷാ വകുപ്പോ ബന്ധപ്പെട്ടവരോ ഒന്നും ഇക്കാര്യത്തിൽ യാതൊരു തീരുമാനങ്ങളും എടുക്കാതെ ഇത്രയും കാലം മുന്നോട്ട് പോയത്. നമുക്ക് ഒരു പ്രതികരണം കൂടി കേൾക്കാം. ഇത് സദാനന്ദന്റെ അവസ്ഥ നമുക്ക് ചെറുപ്പം മുതലേ അറിയുന്നതാണ്.
അപ്പോൾ അവൻ്റെ അമ്മ നേരത്തെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം വളരെ ഇപ്പോൾ നാട്ടുകാരൊക്കെ സഹായിച്ചിട്ടാണ് അവൻ ജീവിക്കുന്നത്. ഇപ്പം അടുത്ത കാലത്താണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത് ഇത് ഈ ബാത്റൂമിലാണ് അവൻ താമസിക്കുന്നത്. അവൻ ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഒരു 2-3 വർഷമായി ഇങ്ങനെ തന്നെയാണ്. അവന് ഇപ്പം നാട്ടുകാരൊക്കെ കൂടി ഒരു തറ കെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇതാണ് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ശുചിമുറിയിലാണ് താമസിക്കുന്നത്. ശുചിമുറിയിൽ താമസിക്കുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയെക്കുറിച്ച് ആലോചിച്ച് നോക്കൂ. മക്കളൊക്കെ ഉണ്ടെന്ന് പറയുന്നു. ആധാരം കൈക്കലാക്കാൻ മാത്രമാണ് ഒരു മകൻ ഇടയ്ക്കിടെ വരാറുള്ളത് എന്നും പറയുന്നു. ആ മകനോട് ഒരു വാക്കെങ്കിലും നമ്മൾ പറഞ്ഞില്ലെങ്കിൽ അത് മോശമല്ലേ? ഈ മകൻ ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകനെ പരിചയമുള്ള ആരെങ്കിലും ഈ വാർത്ത കാണുന്നുണ്ടെങ്കിൽ ആ മകനോടൊന്ന് പറയാൻ വേണ്ടിയാണ്. ഈ അച്ഛൻ കൊണ്ട വെയിലിൻ്റെ തണലിലാണ് ഇപ്പോൾ ജീവിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക. ഇനി ആയകാലത്ത് ഞങ്ങളെ അച്ഛൻ നോക്കിയിട്ടില്ല എന്ന് പറഞ്ഞാലും അച്ഛനാണ്. അതുകൊണ്ട് ഈ ഉത്തരവാദിത്വത്തിൽ നിന്നും ഒരിക്കലും അകന്ന് മാറി നിൽക്കാൻ കഴിയില്ല. ഇതൊന്നുമല്ല എങ്കിൽ കൂടി ഒരു സഹജീവിയാണ്, മനുഷ്യനാണ് എന്ന പരിഗണനയെങ്കിലും ആ മനുഷ്യൻ അർഹിക്കുന്നുണ്ട് എന്നതുകൊണ്ട് ഈ കാര്യങ്ങൾ ഒന്ന് ചെയ്യുന്നത് നന്നായിരിക്കും മകനെ എന്ന് മാത്രം പറയും.